മാധ്യമങ്ങൾ ഒളിക്യാമറ ഉപയോഗിക്കുന്നത് പലപ്പോഴും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ സത്യം പുറത്തു കൊണ്ടുവരാൻ ഒളിക്യാമറ ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ടെന്നി ജോപ്പൻ സോളാർ കേസിൽ ജയിലിൽ കഴിയുമ്പോൾ ജോപ്പനെ സന്ദർശിച്ച് സ്റ്റിംഗ് ഓപ്പറേഷന് ശ്രമിച്ചെന്ന കേസ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതി വിധി. ജനാധിപത്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയായിരിക്കണം മാധ്യമങ്ങളുടെ ഇത്തരം പ്രവൃത്തികളെന്നും നിർണായക വിധിന്യായത്തിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. പോലീസ് പെട്രോൾ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ കൂടിയായ പ്രദീപ് സി നെടുമൺ 2013 നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ കേസിലാണ് കോടതിയുടെ സുപ്രധാന വിധി. സത്യം കണ്ടെത്തി ജനങ്ങളെ അറിയിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ഒളിക്യാമറ ഓപ്പറേഷന്റെ പേരിൽ മാധ്യമങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടി ഒഴിവാക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ജനാധിപത്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയായിരിക്കണം മാധ്യമങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ. മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിച്ചാൽ ജനാധിപത്യം ഇല്ലാതാകും. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ പൗരന്മാരെ പ്രാപ്തരാക്കുന്നത് മാധ്യമങ്ങളാണ്. ഇതിനായി നിയമം സാധാരണ അനുവദിക്കാത്ത ചില പ്രവൃത്തികൾ മാധ്യമങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒളിക്യാമറ ഓപ്പറേഷൻ അതിലൊന്നാണ്. ഇതിന്റെ നിയമപരമായ സാധുത സുപ്രീം കോടതി പലതവണ പരിശോധിച്ചിട്ടുണ്ട്. തെറ്റായ ലക്ഷ്യത്തോടെയുള്ള ഒളിക്യാമറ ഓപ്പറേഷന് നിയമത്തിന്റെ പിന്തുണ ഉണ്ടായിരിക്കില്ല. ഓരോ കേസിന്റെയും വസ്തുത പരിശോധിച്ച് കോടതിയാകണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളും അതീവ ജാഗ്രത പുലർത്തണം. സത്യം കണ്ടെത്തുന്നതിനപ്പുറം ആരുടെയെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കലാകരുത് ലക്ഷ്യമെന്നും ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഉത്തരവിൽ വ്യക്തമാക്കി. പേനയ്ക്ക് വാളിനേക്കാൾ കരുത്തുണ്ടെന്ന എഡ്വേർഡ് ബൾവർ ലിട്ടന്റെ വാക്യങ്ങളും ഉത്തരവിൽ എടുത്തു പറയുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട ജയിലിൽ ഒളിക്യാമറ ഓപ്പറേഷൻ നടത്താൻ ശ്രമിച്ചെന്നാരോപിച്ച പോലീസ് 2013 കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ഉത്തരവ്. അന്ന് റിപ്പോർട്ടർ ചാനലിൽ പ്രവർത്തിച്ചിരുന്ന പ്രദീപ് സി നെടുമൺ, പ്രശാന്ത് എന്നിവർക്കെതിരെയായിരുന്നു കേസ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ടെന്നി ജോപ്പനെ നിയമപരമായ അനുമതി വാങ്ങി ജയിലിൽ സന്ദർശിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് അന്ന് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ ന്യൂസ് 18 പ്രവർത്തിക്കുകയാണ് പ്രദീപ് സി നെടുമൺ. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് CP ഉദയഭാനു കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 കൊച്ചി.